നമസ്കാരം. ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിദാരുണമായ യുദ്ധത്തെപ്പറ്റി വിവിധ കാഴ്ചപ്പാടുകൾ ഈ കാലയളവിനുള്ളിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ആ യുദ്ധത്തിൻ്റെ ഫലമായി നിർദോഷികളായ സിവിലിയൻസ്, സാധാരണക്കാരായ ആളുകൾ, കുട്ടികൾ, സ്ത്രീകൾ, വയോധികരായ ആളുകൾ കൊല്ലപ്പെടുന്നു. അതുപോലെ തന്നെ വലിയ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നു. വിഭാവന ചെയ്യാൻ വയ്യാത്ത ദുരിതമാണ് അവർക്ക് എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ഇസ്രയേൽ അവിടെ നരഹത്യ നടത്തുന്നു. അവർ യുദ്ധം ചെയ്യണം, പക്ഷേ യുദ്ധം ചെയ്യുമ്പോൾ സിവിലിയൻസിന് പ്രയാസം വരരുത്, അവർ മരിച്ചു പോകരുത് എന്നുള്ള ഒരു ചിന്ത അത് ലോകത്തെല്ലായിടത്തും വളരെ ശക്തമായി പ്രതിപാദിപ്പിക്കപ്പെടുന്നു. ഇതിനെപ്പറ്റി അല്പം വേറിട്ട ഒരു കാഴ്ച എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യമായി പറയട്ടെ, ഞാൻ യുദ്ധത്തിന് എതിരാണ്. മനുഷ്യനെ കൊന്നൊടുക്കുന്ന ഈ പ്രക്രിയ പൈശാചികമാണ്. ഒരു വിധത്തിലും അത് ന്യായീകരിക്കാവുന്നതല്ല. എന്നാൽ ലോകത്തിലെ ബുദ്ധിമാന്മാരായ ആളുകൾ ഏറ്റവും ശക്തമായി വിശ്വസിക്കുന്നത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരം യുദ്ധം മാത്രമാണ്, മറ്റ് യാതൊരു വഴിയുമില്ല. അതുകൊണ്ട് യുദ്ധം നിഷേധിക്കുന്ന, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്നത് അപ്രായോഗികമാണ് എന്ന നിലപാടാണ്. അപ്പോൾ ഞാൻ യുദ്ധത്തെ ഒരു വിധത്തിലും അനുകൂലിക്കുന്നില്ല എന്ന സത്യം ആദ്യമേ പ്രസ്താവിച്ചുകൊണ്ട് ഈ ഒരു പ്രത്യേകമായ വിഷയത്തെപ്പറ്റി എനിക്കുള്ള വേറിട്ട കാഴ്ച എന്താണ്, അതിൻ്റെ യുക്തി എന്താണ് എന്ന് നിങ്ങളുമായി ഒന്ന് പരിഗണിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. താത്വികമായി പറഞ്ഞാൽ ഇസ്രയേൽ യുദ്ധം ചെയ്യേണ്ടത് ഹമാസിനോടാണ്. ഹമാസാണ് ഇസ്രയേലിൽ കടന്ന് വലിയ അക്രമം അഴിച്ചുവിട്ടത് എന്നത് നമുക്കറിയാം. അതുകൊണ്ട് യുദ്ധത്തിൽ മരിക്കേണ്ടത്, അല്ലെങ്കിൽ യുദ്ധം മൂലം നശിപ്പിക്കപ്പെടേണ്ടത് ഹമാസ് പടയാളികൾ മാത്രമാണ്, മറ്റുള്ളവർ ഇതിൽ പങ്കാളികളല്ല എന്നത് ഒരു തിയറിയാണ്. വസ്തുനിഷ്ഠമായി നാം ഇതിനെ പരിഗണിക്കുമ്പോൾ ഹമാസ് ഇസ്രയേലിൽ കയറി ആക്രമിച്ചത് പടയാളികളെ മാത്രമല്ല, അവർ കൂടുതലും ആക്രമിച്ച് വധിച്ചത് നിർദോഷികളായ, ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമോ അല്ലെങ്കിൽ ദശകങ്ങളായി നിലനിൽക്കുന്ന സംഘർഷത്തിൽ യാതൊരു പങ്കുമില്ലാത്ത ആളുകളാണ്. അവർ പിടിച്ചുകൊണ്ടുപോയതിൽ പലരും ഇസ്രയേലികൾ പോലുമല്ല. അപ്പോൾ സൈനികരും സിവിലിയൻസും തമ്മിലുള്ള വ്യത്യാസത്തെ ആദ്യമേ അവഗണിച്ചത്, ആദ്യമേ നശിപ്പിച്ചത് ഹമാസ് തന്നെയാണ്. രണ്ടാമത്, ഹമാസ് ഇപ്രകാരം നുഴഞ്ഞു കയറി ഇസ്രയേലിൽ മുമ്പ് ഒരിക്കലും അവർക്ക് നിർവഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വൻ നാശനഷ്ടങ്ങൾ വരുത്തിയപ്പോൾ, ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി നശിപ്പിച്ചപ്പോൾ, ഗാസയിൽ അതാഘോഷിച്ചത് ഹമാസ് പടയാളികളല്ല, അത് കൂടുതലും ആഘോഷിച്ചത് സിവിലിയൻസാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇഷ്ടം പോലെ ആ കാലത്ത് ഒക്ടോബർ മാസം 7-8 തീയതികളിൽ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. അപ്പോൾ ആ ഒരു പ്രക്രിയയിൽ കൂടെ ഹമാസിലെ സാധാരണ ആളുകൾ, ഗാസയിലെ സാധാരണ ആളുകൾ ഹമാസിൻ്റെ ഈ ആക്രമണത്തോട് വൈകാരികമായും താത്വികമായും മീമാംസാപരമായും താതാത്മ്യം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ, അതിൽ കൂടെ ആ ഒരു സംഭവത്തിൽ ഹമാസ് ചെയ്തത് ഏറ്റവും മഹനീയവും
ആദർശപരവും വീരസാഹസികത നിറഞ്ഞതുമായ അഭികാമ്യമായ ഒരു നടപടിയാണ് എന്ന് അസന്നിഗ്ധം പൊതുവായി അവരുടെ ആഘോഷത്തിൽ കൂടെ ലോകത്തെ വിളിച്ചറിയിച്ച ആ ഒരു പ്രക്രിയയിൽ കൂടെ യുദ്ധം ചെയ്ത പടയാളികളും അത് ആഘോഷിക്കുന്ന ജനവും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതെയായി. ഇത് വസ്തുതാപരമാണ്. ഹമാസ് ചെയ്തത് അതിക്രമമാണെന്നോ അങ്ങനെ പടയാളികളല്ലാത്ത സാധാരണ യഹൂദന്മാരെ വധിച്ചത് നീതിയല്ല എന്നോ ആരും ഗാസയിൽ നിന്ന് പറഞ്ഞതായി തെളിവില്ല. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഒരു വ്യക്തി പോലും അങ്ങനെ പറഞ്ഞതായി തെളിവില്ല. അപ്പോൾ ഹമാസ് പടയാളികളും ഹമാസ് പ്രതിനിധാനം ചെയ്യുന്ന ഗാസയിലെ ആളുകളും ഈ ഒരു സംഭവത്തിൽ ഒന്നാണ്, ഒരേ ശരീരമാണ്, ഒരേ ആത്മാവാണ് എന്ന നിഗമനത്തിൽ മാത്രമേ നമുക്ക് എത്തുവാൻ സാധ്യമാകുകയുള്ളൂ. ഇനി മൂന്നാമതായി പറയുമ്പോൾ, ദീർഘനാളുകളായി, അനേക നാളുകളായി ഹമാസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ സിവിലിയൻസായിട്ടുള്ള ആളുകൾ വസിക്കുന്ന ഇടത്തിൻ്റെ അടിയിൽ കൂടെ ഭൂഗർഭ ടണലുകൾ ഉണ്ടാക്കി അവരുടെ സുരക്ഷിതത്വം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പടയാളികളും സാധാരണ ആളുകളും തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ വ്യത്യാസം ഇല്ലാതെയാക്കി. അപ്പോൾ അവർ വസിക്കുന്നതും സ്ഥിതി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പടക്കോപ്പുണ്ടാക്കുന്നതും യുദ്ധം ചെയ്യുന്ന മുറകൾ ഉണ്ടാക്കുന്നതുമെല്ലാം സിവിലിയൻ ലൈഫ് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇത് തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഫിസിക്കൽ ഡിസ്റ്റൻസ് ഇല്ല, ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് ഇല്ല, ഇതെല്ലാം ഒന്നാണ്. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ അങ്ങനെ ചെയ്യരുതെന്നോ ഞങ്ങളുടെ വീടിൻ്റെ കീഴേ കൂടെ നിങ്ങളുടെ ടണൽ ഉണ്ടാക്കരുതെന്നോ ആരെങ്കിലും പ്രതിഷേധിച്ചതായോ അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുള്ളതായോ യാതൊരു തെളിവുമില്ല. അപ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ പടയാളികൾ മാത്രമേ മരിക്കാവൂ. അതുകൊണ്ട് കുട്ടികളെയും സ്ത്രീകളെയും വയോധികരെയും പിന്നെ പട്ടാളക്കാരല്ലാത്ത പുരുഷന്മാരെയും തുടരുത്, അല്ലെങ്കിൽ അവർക്ക് പ്രയാസം വരാത്ത വിധത്തിൽ യുദ്ധം ചെയ്യണം എന്ന് ഈ ഒരു സാഹചര്യത്തിൽ പറയുന്നത് തികച്ചും വാസ്തവികതയോട് ബന്ധമില്ലാത്തതാണ്. ഞാൻ യഹൂദന്മാരുടെ ഒരു പ്രവൃത്തിയെയും അക്രമപ്രവൃത്തിയെയും സാധൂകരിക്കുന്ന വ്യക്തിയല്ല. വാളെടുക്കുന്നവൻ വാളാൽ വീഴും എന്നത് ചരിത്രപരമായ ഒരു സത്യമാണ്, അതിന് മാറ്റമുണ്ടാകുകയില്ല. ഏതാണ്ട് ഒന്നൊന്നര ഈ സംഭവത്തിന് ശേഷം ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ ഓർക്കുമെങ്കിൽ അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവത്തിൽ നിന്ന് യഹൂദന്മാർ ഒരിക്കലും കരകയറുകയില്ല എന്നാണ്. യുദ്ധം അവസാനിച്ചാലും ലോകത്തെമ്പാടും ചിതറിക്കിടക്കുന്ന യഹൂദന്മാർ ഇനിയും എപ്പോഴും അസുരക്ഷിതാവസ്ഥയിലും അപകടത്തിലുമാണ് വസിക്കേണ്ടി വരുന്നത്. അവരെ സംരക്ഷിക്കുവാൻ ഒരു സർക്കാരും ഉണ്ടാകുകയില്ല. അനേകം യഹൂദന്മാർക്ക് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഭീകരമായ അവസ്ഥയിൽ ജീവിക്കേണ്ടി വരും. അനേകർ കൊല്ലപ്പെടും. ഇസ്രയേലിൽ താമസിക്കുന്ന യഹൂദന്മാർ പോലും ഇനിയും സമാധാനത്തോടെ ജീവിക്കുവാൻ സാധ്യമല്ല. അപ്രകാരമുള്ള അവസ്ഥയിലേക്ക് അവരുടെ പ്രതികരണത്താൽ അവർ തന്നെ കടന്നുപോയി എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അവരെ താങ്ങിയല്ല പറയുന്നത് നിങ്ങൾക്കറിയാം. ഞാൻ വസ്തുനിഷ്ഠമായി ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഈ ഒരു യുദ്ധം ഇതിൽ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാകുക അനിവാര്യമാണ്. അവർക്ക് കഷ്ടപ്പാട് വളരെയധികം ഉണ്ടാകുക അനിവാര്യമാണ്. കാരണം സാഹചര്യം അങ്ങനെയാണ്. സാധാരണ യുദ്ധം പോലെയല്ല ഗാസയിലെ യുദ്ധം. അത് സിവിലിയൻസിൻ്റെ ഇടയിൽ മാത്രം നടത്തേണ്ട യുദ്ധമാണ്. ഇത്രമാത്രം സങ്കീർണമായൊരു യുദ്ധം ചരിത്രത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ സത്യം. ഇതിനോട് സമാനമായ ഒരു സംഭവവും മനുഷ്യജാതിയുടെ മിലിറ്ററി ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായ ശ്രദ്ധ ഇത് അർഹിക്കുന്നു എന്നും കൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ
ഇത് എല്ലാം അവഗണിച്ചുകൊണ്ട് ഇസ്രയേൽ മനഃപൂർവ്വമായിട്ട് ജനോസൈഡ് നരഹത്യ നടത്തുന്നു. അത് അപലപനീയമാണ്. സിവിലിയൻസിന് നഷ്ടം വരാതെ ഹമാസിനെ കൊന്നൊടുക്കണമെന്ന് അമേരിക്ക പറയുമ്പോൾ അത് ഏത് യുക്തി വെച്ചാണ്, അത് എപ്രകാരമാണ് സാധ്യമാകുന്നത്? ഇപ്പോൾ 10 പേര് ഉള്ളത്തിരിക്കുന്നു, അതിലൊരാൾ ഹമാസാണ്, ബാക്കി 9 സിവിലിയൻസാണ്. അവിടെ ബോംബിടുമ്പോൾ ഹമാസിലെ പടയാളി മാത്രം ചാകണം, മറ്റുള്ളവർ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം എന്ന് പറയുന്നത് യുക്തിയല്ല എന്ന് ഏറ്റവും മൈൽഡായിട്ട് മാത്രം ഞാൻ പറഞ്ഞതങ്ങ് വിടുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി. ഇതാരംഭിച്ചത് ഹമാസാണ്. ഹമാസിന് അങ്ങനെ ചെയ്യുവാൻ പലവിധമായ യുക്തികളുണ്ട്, നമുക്ക് ന്യായീകരിക്കാൻ കഴിയും. പക്ഷേ അവർ ഒക്ടോബർ മാസം 7-ാം തീയതി ചെയ്തത് വലിയ അതിക്രമം തന്നെയാണ്. അതിനെ അവഗണിക്കുവാൻ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തിന് സാധ്യമല്ല. അതിനോട് പ്രതികരിക്കാതിരിക്കാൻ അവർക്ക് ഒരു വിധത്തിലും സാധ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നാം പരിഗണിക്കേണ്ടത്, ഒക്ടോബർ മാസത്തിൽ ഇപ്രകാരം യെരുശലേമിൽ കയറി വളരെ മിടുക്കന്മാരായി പൂർവാധികമായ ശക്തിയിൽ ആക്രമിക്കുകയും 1400 പരം ആളുകളെ വധിക്കുകയും ചെയ്തപ്പോൾ ഹമാസ് എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷനും അവരെ രാഷ്ട്രീയമായി സപ്പോർട്ട് ചെയ്യുന്ന ഗാസയിലെ ആളുകളും തീർച്ചയായിട്ടും ഇസ്രയേലിൽ നിന്ന് ഒരു വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഇസ്രയേൽ തിരിച്ചടിക്കും എന്നത് കഴിഞ്ഞ 70-75 സംവത്സരങ്ങളിലെ ചരിത്രത്തിൽ നിന്ന് ഏത് പൊട്ടനും തിരിച്ചറിയാവുന്നതാണ്. എന്നാൽ ഇസ്രയേൽ അങ്ങനെ തിരിച്ചടിക്കുമ്പോൾ അവരുടെ പ്രതികാരം ഇപ്രകാരമായി മാത്രമേ ആയിരിക്കാവൂ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഹമാസിനോ അവരെ രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്ന പലസ്തീനിൽ ഗാസയിൽ വഹിക്കുന്ന പലസ്തീനികൾക്കോ ഇല്ല. അത് ദുഃഖകരമായൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ആയിരുന്നില്ല എങ്കിൽ കൊള്ളായിരുന്നു, പക്ഷേ അങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഒരുത്തിനെ കയറി അടിക്കുന്നു, അവൻ എന്നേക്കാൾ ശക്തിയുള്ളവനാണ്, അവൻ എന്നേക്കാൾ ഭ്രാന്തനാണ്. അപ്പോൾ ഞാൻ അടിച്ചിട്ട്, അപ്പോൾ ഞാനൊരടി എടുത്തപ്പോൾ അവൻ എനിക്ക് 10 അടി തന്നു, എൻ്റെ പല്ലെല്ലാം പോയി. അപ്പോൾ ഞാൻ പറയാം, നീ എന്തിനാ അങ്ങനെ അടിച്ച്? അപ്പം ഞാൻ അടിച്ചതുപോലെ മാത്രമേ അവൻ അടിക്കാവൂ എന്ന് തീരുമാനിക്കാൻ, നിശ്ചയിക്കാൻ ഇവരുടെ ഇടയിൽ ഒരു അമ്പയറില്ല. നിയമം പ്രവർത്തിക്കുന്നത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് മസ്റ്റ് ബി ഈക്വൽ. ഒരു കുറ്റം ചെയ്താൽ അതിന് കൊടുക്കുന്ന ശിക്ഷ കുറ്റത്തിന് ആനുപാതികമാകണം എന്നത് നിയമത്തിൻ്റെ ഒരു തത്വമാണ്. പക്ഷേ നിയമത്തെ അതിലംഘിച്ചുകൊണ്ടാണ് ഹമാസ് കയറി അവിടെ കൊല ചെയ്തത്. ഹമാസിൻ്റെ പ്രവൃത്തി നിയമത്തെ ആദരിച്ചുകൊണ്ടുള്ളതായിരുന്നില്ല. നിയമത്തെ അല്ലെങ്കിൽ നിയമവാഴ്ചയെ 100% പുച്ഛിച്ചുകൊണ്ടാണ് ഹമാസ് ആ പ്രവൃത്തി ചെയ്തത്. അതിനുശേഷം ഞങ്ങൾക്ക് അടി കിട്ടുമ്പോൾ നിയമം അനുസരിച്ച് മാത്രമേ ഞങ്ങളുടെ ശത്രുക്കൾ പ്രവർത്തിക്കാവൂ എന്ന് പറയുന്നതിനകത്ത് യാതൊരു ബുദ്ധിയുമില്ല. അതിനെ പിന്തുണയ്ക്കാൻ ആരും നിൽക്കരുത്. അങ്ങനെ നിന്നാൽ ലോകത്തിൽ അക്രമം തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കൂ, ഒക്ടോബർ 7-ാം തീയതി ഹമാസ് കയറി അടിച്ചു, 1400 ഇസ്രയേലികളെ കൊന്നു. അതിന് പകരമായിട്ട് ഇസ്രയേലികൾ ഇപ്പുറത്തോട്ട് വന്ന് 1400 ഹമാസിൻ്റെ പടയാളികളെ കിട്ടിയില്ലെങ്കിൽ പലസ്തീനികളെ കൊന്നു. അപ്പോൾ 1400 കണക്ക് തീർന്നു, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞാണ് യുദ്ധം നടത്തുന്നത്. ഒരിക്കലുമല്ല. യുദ്ധത്തിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ചെറിയ രാഷ്ട്രമാണ്, അവർ അസുരക്ഷാവസ്ഥയിലാണ് കഴിയുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർ തിരിച്ചടിക്കുമ്പോൾ ഡെറ്ററൻസ് ഫാക്ടർ, അതായത് ഇനിയും
അങ്ങനെ മിടുക്ക് കളിച്ച് ഞങ്ങളുടെ ഇടയിൽ കയറി അടിക്കാൻ വരരുത്, ഇതെന്നേക്കുമായി അവർ ഓർത്തിരിക്കണം എന്ന ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാവുന്ന വിധത്തിൽ മാത്രമേ ഇസ്രയേൽ തിരിച്ചടിക്കുകയുള്ളൂ എന്ന് ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ എങ്ങനെയാണ് ഇസ്രയേലിൻ്റെ പ്രതികരണം ആനുപാതികമായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക? ഞാനിത് ആരെയും ന്യായീകരിക്കാൻ പറയുന്നതല്ല. വാസ്തവത്തിൽ ഏറ്റവും സങ്കടമായ കാര്യം ഈ പലസ്തീൻ പ്രശ്നത്തിന് പരിഹാരമില്ല എന്നത് തന്നെയാണ്. എന്നെ വളരെയധികം ദുഃഖിപ്പിക്കുക, എൻ്റെ ചങ്ക് പൊടിഞ്ഞു പോകുന്ന കാര്യം ഇതാണ്. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇത് 2 സ്റ്റേറ്റ് തിയറി ഇവിടെ വർക്ക് ചെയ്യത്തില്ല. അത് ഒക്കുമെന്ന് പറയുന്നവർ യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടയ്ക്കുന്നവരാണ്. ഇവിടെ 2 സ്റ്റേറ്റ് സൈഡ് ബൈ സൈഡായിട്ടുണ്ടെങ്കിൽ നിരന്തര യുദ്ധമായിരിക്കും. കാരണം എല്ലാ ഘടകങ്ങളും ആ ഒരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇവിടെ ഈ ഒരു പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടാകണമെങ്കിൽ ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാനത് ആവർത്തിക്കുകയാണ്. ഇതിലൊരു കൂട്ടരെ അവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും റീഹാബിലിറ്റേറ്റ് ചെയ്യണം. ഇസ്രയേലികളാണെങ്കിൽ ഇസ്രയേലികൾ, പലസ്തീനിലാണെങ്കിൽ പലസ്തീനികൾ. എനിക്ക് 2 കൂട്ടരിൽ ആരോടും പ്രതിപത്തിയില്ല. ലോകത്തിൽ ഇഷ്ടം പോലെ ഭൂമി ആരും ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട്. ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ കാനഡയുടെ 15% ഭൂമി മാത്രമേ ഇന്നും ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി 85%ഉം ആർക്കും വേണ്ടാതെ കിടക്കുകയാണ്. അവിടെ ഒരു ചെറിയ പാലസ്തീനിയൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ജൂയിഷ് സ്റ്റേറ്റ് ഇപ്പോൾ അവർക്കുള്ള ഭൂമിയുടെ ഒരു 5 ഇരട്ടി കാനഡയ്ക്ക് പണം കൊടുത്ത് വാങ്ങിച്ച്, കാനഡ അതുപോലെ ഓസ്ട്രേലിയക്ക് ഇഷ്ടംപോലെ ഭൂമി കിടപ്പുണ്ട്, റഷ്യക്ക് ഇഷ്ടംപോലെ ഭൂമി കിടപ്പുണ്ട്, അങ്ങനെ പലയിടങ്ങളിലും അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുക്കുക. വാസ്തവത്തിൽ എൻ്റെ ഇതിന് മുൻപ് ഉള്ളൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ 1903 സയനിസ്റ്റ് മൂവ്മെൻറ്റിനെ ആദരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്ന ഈസ്റ്റ് ആഫ്രിക്കയിൽ ഒരു ജൂയിഷ് സ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇസ്രയേലികൾ അല്ലെങ്കിൽ യഹൂദന്മാർ അത് സ്വീകരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട്. ഈ പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരം അത് മാത്രമാണ്. ഒരു വിധത്തിലും ഈ സ്ഥലത്തൊരു ജൂയിഷ് സ്റ്റേറ്റും ഒരു പാലസ്തീനിയൻ സ്റ്റേറ്റും വയബിൾ അല്ല, നിശ്ചയം അല്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ വളരെ വളരെ മണ്ടത്തരമാണ്. 2 സാധ്യതകൾ ഇവിടെയുള്ളൂ. ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ എപ്പോഴും പരസ്പരം അടിക്കുന്ന ഈ 2 കൂട്ടരിൽ ഒരാളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുക. അല്ലെങ്കിൽ അത് പറയാൻ തന്നെ എനിക്ക് പേടിയാണ്. കാരണം അത് സംഭവിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിൽ അതുപോലെ ദൈവ സ്നേഹമെന്ന വെളിച്ചമുദിക്കണം. ഇസ്രയേലികളും പാലസ്തീനികളും തമ്മിലുള്ള ശത്രുത്വം ഉപേക്ഷിച്ച് അവർ പരസ്പരം ഇൻ്റർമിങ്കിൾ ചെയ്ത് ഞങ്ങൾ യഥാർത്ഥത്തിൽ സഹോദരന്മാരാണ്, ശത്രുക്കളല്ല എന്ന ആത്മീയ സത്യവും ഭൗതിക സത്യവും, യഹൂദന്മാരും പലസ്തീനികളും വ്യത്യസ്ത സ്റ്റോക്കല്ല, ഒരേ സ്റ്റോക്ക് തന്നെയാണ്. യൂതന്മാരും മുസ്ലിങ്ങളും ഒന്ന് ഐസക്കിൻ്റെ പരമ്പരയാണ്, മറ്റേ ഇഷ്മയേലിൻ്റെ പരമ്പരയാണ്. ഈ 2 പരമ്പരയും ആരംഭിക്കുന്നത് അബ്രഹാമിലാണ്. അബ്രഹാമാണ് 2 പേരുടെയും പിതാവ്. അതുകൊണ്ട് ഇവർ ഒന്നാണ് എന്ന് തിരിച്ചറിയുകയും ശത്രുത്വം എന്ന് പറയുന്ന വലിയ മിഥ്യയിൽ നിന്ന് വെളിയിൽ വന്നിട്ട് പരസ്പര സാഹോദര്യത്തിൽ സഹവർത്തിത്വം സാധ്യമാണ് എന്ന് വിശ്വസിക്കുകയും ഇതുവരെ അക്രമത്തിൽ അവർ പ്രതിഷ്ഠിച്ചിരുന്ന വിശ്വാസം സ്നേഹത്തിലേക്ക് പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ അതൊരു സൊല്യൂഷനാണ്. പക്ഷേ അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാകുവാനുള്ള സാധ്യത ഒരു 0.01% പോലും ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ പിന്നെ അവശേഷിക്കുന്ന ഏക ഒരു പോംവഴി എന്ന് പറയുന്നത് ഈ
പട്ടിയും പൂച്ചയും പോലെ എപ്പോഴും പരസ്പരം കടിച്ചുകൊണ്ടിരിക്കുന്ന, വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് കൂട്ടരിൽ ഒരു കൂട്ടരെ എവിടെയെങ്കിലും മാറ്റി സ്ഥാപിക്കുക, പുനരധിവസിപ്പിക്കുക, അല്ലാതെ മറ്റൊരു സൊല്യൂഷൻ ഞാൻ കാണുന്നില്ല. ഏതായാലും ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദാരുണമായ അവസ്ഥ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. ഈ നരകതുല്യമായ അവസ്ഥയിൽ നിന്ന് പലസ്തീനികൾ രക്ഷപ്പെടട്ടെ. സാധാരണക്കാരുടെ വേദനയും കഷ്ടപ്പാടും കണ്ണുനീരും ദൈവം കാണട്ടെ. മനുഷ്യന് സൽബുദ്ധി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ മനസ്സിലുള്ളൂ. പക്ഷേ വസ്തുനിഷ്ഠമായി മനുഷ്യർ ചിന്തിക്കണം, അല്ലാതെ ഒരു സൈഡ് പിടിച്ച് അതും ഇതും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ യുണൈറ്റഡ് നേഷൻസ് പോലും സാധ്യമല്ലാത്തത്. എത്രയോ ദിവസങ്ങൾ വലിയ വലിയ ബുദ്ധിമാന്മാരായ ആളുകൾ ഇരുന്ന് ചിന്തിച്ച്, തലപുകഞ്ഞ് ചിന്തിച്ച്, ആലോചിച്ച്, നെഗോഷിയേറ്റ് ചെയ്ത് അവസാനം യുണൈറ്റഡ് നേഷൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. ഒന്നുമില്ല. മല എലിയെപ്പറ്റ പോലെയായി. ഇത് മനുഷ്യനെ കൊണ്ട് ഇത്രേ സാധ്യമാകുകയുള്ളൂ. ഇത് വാസ്തവത്തിൽ മനുഷ്യൻ എത്രയോ നിസ്സഹായനാണ്, മനുഷ്യൻ വെറും നിസ്സാരനാണ്, അവനെ കൊണ്ടൊന്നും കഴിയുകയില്ല എന്ന പ്രതീതി ഉണ്ടാക്കത്തക്ക വിധത്തിലാണ് ഈ വലിയ വലിയ മഹാരഥന്മാർ പ്രവർത്തിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ചിരിക്കണമോ കരയണമോ എന്നറിയില്ല. ഏതായാലും ഈ ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നത് നിങ്ങളുമായി പങ്കിട്ടു. നിങ്ങൾക്കുള്ള ഇതിനെപ്പറ്റിയുള്ള ധാരണ എന്താണെന്ന് ഈ കമൻസ് കോളം അവിടെ കുറിച്ചാൽ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ വ്യക്തമായി ചിന്തിക്കുവാൻ എന്നെ സഹായിക്കും. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാനൊരു വിദ്യാർത്ഥി മാത്രമാണ്. എല്ലാം അന്വേഷിച്ച് അറിഞ്ഞ് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അറിവാണ് എൻ്റെ ആഹാരം. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് സംഭാവന ചെയ്യാൻ കഴിയുമോ അതൊക്കെയും വളരെ വിനയത്തോടുകൂടെ സ്വീകരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ സന്തോഷത്തോടുകൂടെ പറയട്ടെ. അനേകം ആളുകൾ ഇപ്പോൾ ഈ ചാനലിൽ സക്രിയമായി പങ്കെടുക്കുന്നത് എനിക്ക് വളരെ സംതൃപ്തി നൽകുന്നുണ്ട്. നാം ഒരു ചെറിയ ഗ്രൂപ്പാണെങ്കിലും നിങ്ങൾക്കറിയാം പല യൂട്യൂബ് ചാനലുകളിലും 5 ലക്ഷം പേര് 10 ലക്ഷം പേരൊക്കെ ഉണ്ട്. നമ്മൾ വളരെ തുച്ഛമായൊരു, പക്ഷേ ഇതിൽ സക്രിയമായി പങ്കെടുക്കുന്ന ആളുകളുടെ അനുപാതം നോക്കിയാൽ നമ്മുടേത് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ചാനലാണ്. ദി percentage of people who actually participate very meaningfully in the intellectual process that's going on, the spiritual quest that's going on, is very high as compared to those who are on other social network sites. അതുകൊണ്ട് ഇത് വളരെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ എന്നെ സഹായിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല വീഡിയോകളും നിങ്ങൾക്കറിയാം. പ്രേക്ഷകരായ നിങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ ചെയ്യുന്നതാണ്. അത് കുറച്ചുകൂടെ പ്രസക്തമായി തീരുന്നു എന്നാണ് എൻ്റെ അനുഭവം, എൻ്റെ അറിവ്. അതുകൊണ്ട് നാം ഒരുമിച്ച് ഈ ഒരു പ്രക്രിയയിൽ സഹയാത്രികരാണ്. അതിലുള്ള സന്തോഷവും കൂടെ അറിയിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുന്നു.